ബിഗ് ബോസ് സീസൺ 6 ലൈവിൽ രാവിലെ നോക്കിയ സമയത്ത് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ബിഗ് ബോസ് കാര്യമായി തന്നെ പണിയെടുക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് നല്ല കുട്ടിയായിട്ട് അഭിനയിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ നല്ല കുട്ടി ഇമേജ് ഉണ്ടാക്കിയെടുത്തത് ആരാണ് എന്നുള്ളതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിലെ ഒരു ടാസ്ക്. ഇന്നത്തേക്ക് വരുമ്പോഴത്തേന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചോദിച്ചത് ക്യാമറ സ്പേസ് എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഡ്രാമ കളിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ക്യാമറ കാണുന്ന സമയത്ത്. അത് നൈസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്. ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിവ്യൂ ചെയ്തപ്പോൾ ഈ ഡേഞ്ചർ ഗെയിമേഴ്സിന്റെ ലിസ്റ്റിലിട്ട വ്യക്തിയാണ് ജാൻമണി. അപ്പോൾ ജാൻമണിയെ വിശ്വസിച്ച് അല്ലെങ്കിൽ ജാൻമണിയുടെ ഗെയിം മനസ്സിലാവാതെ ആളുകൾ ആ ഒരു ട്രാപ്പിൽ വീഴും എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞത്. എന്നാൽ ജാൻമണിയുടെ ഗെയിമിൽ ജാൻമണി തന്നെ വീഴുന്നതാണ് ഈ ദിവസങ്ങളിൽ കാണാൻ പറ്റുന്നത്. ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജാൻമണി ക്യാമറ സ്പേസ് എടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഗബ്രി പറഞ്ഞപ്പോൾ ജാൻമണി പെട്ടെന്ന് ഒഫൻഡഡ് ആയി. അവർ വല്ലാത്ത രീതിയിൽ റെസ്പോണ്ട് ചെയ്തു അതിനോട്. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ലൈവിലടക്കം അവർ ആ ഒരു ദേഷ്യമായിട്ടാണ് നടക്കുന്നത്. അവരുടെ പൊട്ടിത്തെറിയൊക്കെ കൈവിട്ടു പോയ പൊട്ടിത്തെറികളായിരുന്നു. ജാൻമണി കഴിഞ്ഞ ദിവസം ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ അങ്ങനെ പണക്കമൊക്കെ ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഗബ്രി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ജാൻമണി പുറത്തൊരു നല്ല വ്യക്തി ഇമേജ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പിൽ പുറത്ത് ഇമേജിനെ ബാധിക്കുമെന്ന് തോന്നുന്ന തീരുമാനം എടുക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. ഋഷിയെ പോലുള്ള നല്ല കുട്ടി ആളുകളുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരിയധികം കാര്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു. അതാണ് ഗബ്രി അവിടെ എടുത്തു പറഞ്ഞത്. ഗബ്രിയുടെ ഗെയിം പോയി എന്നൊക്കെ ആൾക്കാർ പറയുന്നത് എനിക്ക് അതിനകത്ത് ഒട്ടും ഒരു ജെന്യൂനായിട്ട് തോന്നുന്നില്ല. കാരണം ഗബ്രി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇപ്പം ജാസ്മിന്റെ കൂടെ ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു അരോചകത്വം ഒഴിച്ചു കഴിഞ്ഞാൽ ആള് ഗെയിമിൽ ആളുടേതായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചേർന്നിരിക്കുന്നത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗബ്രി പലപ്പോഴും പലതിനും തുടക്കം ഇടുന്നുണ്ട്. ഗബ്രി ജിൻഡോ ആയിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഗബ്രിയോട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വൈരാഗ്യമുണ്ട്. അതേപോലെ തന്നെ ജാൻമണിയായിട്ട് ഉടക്കാൻ അവിടെ ആകെ ധൈര്യം ഉണ്ടായിരുന്നത് ഗബ്രിക്കാണ്. കാരണം ജാൻമണിക്ക് പുറത്ത് ഒരു സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ ജാൻമണി ഒരു നല്ല കുട്ടിയാണ്. അതുകൊണ്ട് ജാൻമണിയോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുമെന്നുള്ള ചിന്ത ബാക്കിയുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീരേഖ, യമുനയൊക്കെ പലതവണ ജാൻമണിയോട് പറയേണ്ട ചില സാഹചര്യങ്ങളിൽ മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. ഈവൻ ജാസ്മിൻ പോലും ജാൻമണിയോട് ഒരു പരിധിയിൽ കൂടുതൽ വിട്ടിട്ട് സംസാരിക്കില്ലല്ലോ. എത്ര അന്യായമാണ് എന്നുണ്ടെങ്കിലും അധികം കൈവിട്ട് വേറെ ആരും സംസാരിക്കില്ല. ആ ഒരു ധൈര്യം അവിടെ ഗബ്രി എടുക്കുന്നുണ്ട്. ശരിക്കും ജിൻഡോ അതിൻ്റെ ഇടയിൽ കൂടെ ജാൻമണിയെ വെച്ചിട്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ജിൻഡോ അവിടെ വന്നിട്ട് ക്യാമറ സ്പേസ് എടുക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞപ്പം എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്, ഈവൻ ജാൻമണിയുടെ അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജിൻഡോയുടെ കുരുട്ട് ബുദ്ധിയിൽ ജിൻഡോ ഉദ്ദേശിക്കുന്ന ചില സംഗതികളുണ്ട്. ജിൻഡോ ആദ്യ ദിവസങ്ങളിലൊക്കെ കളിച്ച കളിയിൽ നമുക്കറിയാമല്ലോ, ഈ ജാൻമണിയുടെ കമ്മ്യൂണിറ്റിയെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ജിൻഡോ ഇവിടെ ജാൻമണിയെ വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ ജാൻമണിക്ക് ആ ഒരു റേഞ്ചിലേക്ക് അത് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് ജിൻഡോ ആയിട്ടുള്ള കോൺവെർസേഷൻ അവിടെ നിർത്തിച്ചു. പിന്നെ ഈ ജാൻമണി പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാൻമണി ഒരുമാതിരി വിഡ്രോവൽ സിംറ്റം അടിക്കുന്ന ആളെ പോലെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്തൊക്കെയോ ചെയ്യും. അപ്പോൾ എല്ലാ ആൾക്കാരും ജാൻമണിയുടെ ചുറ്റും കൂടും. എന്തിനാണ് ജാൻമണിയുടെ ചുറ്റും എല്ലാ ആൾക്കാരും കൂടുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അവർ പറയുന്നതിനകത്ത് ഒരു ന്യായമില്ല. ന്യായമല്ലാത്ത ഏതൊരു കാര്യത്തിൻ്റെ കൂടെയും ഹൗസ് മെയ്റ്റ്സ് ഇങ്ങനെ വന്നിട്ട് ചുറ്റിനും കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അവർ പുറത്തുള്ള ഇമേജിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ വേറെന്തോ തരത്തിലുള്ള ഒരു ഇത് വെച്ചിട്ടാണ്, നിലപാട് വെച്ചിട്ടല്ല, വേറെന്തോ തരത്തിലുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് ഇവരോട് ചേർന്ന് നിൽക്കുന്നത്. ജാൻമണി പെട്ടെന്ന് വരുന്നു, പൊട്ടിത്തെറിക്കുന്നു, എന്തെങ്കിലും വിമർശനം കേട്ട് കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ കിളി പോയിട്ട് അതിൽ നടക്കുന്നു, സിഗരറ്റ് വലിക്കാൻ പോകണം. ഇതെല്ലാം അവിടെയുള്ള ആളുകളുടെ എല്ലാം ബാധ്യതയാണ് എന്നുള്ളതാണ് ജാൻമണി പറഞ്ഞു വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഹൗസിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു വീക്ക്നെസ്സിനെ കൂടുതൽ വീക്കാക്കി അവർക്കെതിരെ ഗെയിം കളിക്കാത്തതെന്ന് എനിക്കറിയില്ല. അത് ആ ഗെയിമേഴ്സിൻ്റെ എന്തോ പ്രശ്നങ്ങളാണ്. അവരുടെ ആ ഒരു ഭൗതിക നിലവാരത്തിന് ചില പ്രശ്നമാണ്. അവർ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്ന ഒരാളെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കും. ഭയങ്കര ഇമേജ് കോൺഷ്യസ്. അപ്പം അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട്. ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ക്യാമറ സ്പേസ് എടുക്കുന്ന ഡ്രാമ കളിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് കണ്ടസ്റ്റൻസ് വിലയിരുത്തിയ സമയത്ത് അത് കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട്. കൊച്ചു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇനി ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സ്ട്രോങ് ആവാനായിട്ടുള്ള ഒരു അവസരമാണ്. ഗ്രൂപ്പ് വെച്ച് കളിച്ചു, കുഴപ്പമൊന്നുമില്ല. കാരണം ഗ്രൂപ്പ് വെച്ച് കളിക്കുന്ന സമയത്ത്, ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എങ്കിലും റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഗെയിമാണ് അറ്റ് എ ടൈം ഓൺ ആവുന്നത്. വെറുതെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ആണ് എന്ന് പറഞ്ഞിട്ട് നിലപാടില്ലാതിരിക്കുന്നതിനേക്കാളും നല്ലത് ഗ്രൂപ്പ് പ്ലേ ആണ്. ഇപ്പം നോറ ഇൻഡിവിജ്വൽ പ്ലെയർ എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ നോറയുടെ ഗെയിം എന്താണ്? നോറയുടെ ഗെയിം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഗെയിമല്ല. നോറ ഒച്ച ഇടുക, ക്യാമറയുടെ ഫ്രണ്ടിൽ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നോറയുടെ ഒരു ഗെയിം.
ഇപ്പം ജിൻഡോയുടെ ഗെയിം, ജിൻഡോയും ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരാളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഒരു ഗെയിം? ഇല്ല. അപ്പം അവിടെയൊക്കെ വരുമ്പം ഈ ഗ്രൂപ്പ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ഗബ്രി കളിച്ച കളി ജാൻമണിയെ പൊട്ടിക്കുന്ന ഒരു കളിയാണ്. അപ്പം ജാൻമണിയുടെ ആ ഒരു ഫ്രണ്ടിലുള്ള ആ ഒരു മാസ്ക് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ബ്രേക്കായി. അപ്പോൾ ജാൻമണി അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു സംഭവം പുറത്തും അകത്തും കിട്ടും. ഇനിയും ജാൻമണി എന്നെ കാണിക്കും, ഒരു തവണ പൊട്ടിയതുകൊണ്ട് ആൾക്കാർ ചേർന്ന് നിന്നതുകൊണ്ട് നാളെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടും. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കും ജാൻമണിയോട് ഗെയിം കളിക്കാനായിട്ടുള്ള മടി അങ്ങ് മാറി കിട്ടും. ഋഷിക്ക് ക്യാമറ സ്പേസ് എടുക്കുന്ന, ക്യാമറയ്ക്ക് വേണ്ടി ഗെയിം കളിക്കുന്ന, അഭിനയിക്കുന്ന ആളായിട്ട് തോന്നിയത് ജിൻഡോയാണ്. ഇന്നലെ ജിൻഡോ വെയിലത്തൊക്കെ ഇരുന്ന് വല്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചല്ലോ. ജാൻമണിക്ക് തോന്നിയത് ജിൻഡോ, ഗബ്രി, ജാസ്മിൻ. അപ്പോൾ അതിനകത്ത് ജാൻമണി എടുത്തു പറയുന്നുണ്ട് ജിൻഡോ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്, എപ്പോഴും മേക്കപ്പ് ഇടുന്ന കാര്യങ്ങൾ അത് ക്യാമറയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ജിൻഡോ ക്യാമറയ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പിന്നെ ആ ബ്യൂട്ടി പരിപാടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബിഗ് ബോസ് ഇങ്ങനെ ക്യാമറയിൽ കാണിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ രാവിലെ ഇപ്പം പുള്ളി മോർണിംഗ് ആക്ടിവിറ്റിക്ക് ആൾക്കാരെ ക്ഷണിക്കാൻ പോകുന്ന സമയത്ത് അവർ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പുള്ളി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യും. എന്നെ പറയുന്നു ജാസ്മിൻ, ഗബ്രി, ശ്രീരേഖ, നോറ, ജിൻഡോ. അപ്പം ഈ ശ്രീരേഖ പല ആളുകളും പറയുന്നുണ്ട്. നമുക്കറിയാം ശ്രീരേഖ കുറച്ച് ഡ്രാമാറ്റിക് ആണ് എല്ലാ കാര്യങ്ങളിലും. ക്യാമറയോട് സംസാരിക്കുന്ന സമയത്തും കണ്ണാടി നോക്കുന്ന സമയത്തും വെറുതെ നടക്കുന്ന സമയത്തും എല്ലാം ആ ഒരു ഡ്രാമ ഫീൽ ചെയ്യും. അപ്പോൾ ഈ ക്യാമറയോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം ബിഗ് ബോസ്, എനിക്ക് എന്നെ കേൾക്കാൻ ആൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ വിചാരിച്ചെന്തോ വലിയ സൈക്കോളജിക്കൽ ഹെൽപ്പ് വല്ലതും വേണമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പല സാധനങ്ങളും അതിവൈകാരികത കലർത്തിയാണ് പറയുന്നത്. അപ്പോൾ ശരണി അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ശ്രീതു, ശ്രീരേഖ വീണ്ടും പറയുന്നുണ്ട്. ഗബ്രി ആൻഡ് ജാസ്മിനെ ഓൾസോ പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീരേഖയെ കുറിച്ചിട്ട് പറയുന്നത് സോളോ പെർഫോമൻസുകൾ നടത്തുന്ന ഒരാളാണ്. ശരിയാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് അടി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാലും ശ്രീരേഖ ഒറ്റയ്ക്ക് വന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ പറയും, വീട്ടുകാരോട് സംസാരിക്കും, ബിഗ് ബോസിനോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. യമുന പറയുന്നത് ജിൻഡോ ആൻഡ് ശ്രീരേഖയാണ്. ജിൻഡോനെ പറയുന്നതിന്റെ കാരണങ്ങൾ ഏകദേശം സെയിം ആണ്, ശ്രീരേഖയുടെ കാരണങ്ങൾ സെയിം ആണ്. റസ്മിൻ ജിൻഡോനെയും ഗബ്രിയാണ് പറയുന്നത്. ജിൻഡോ റസ്മിനുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അടിയിലേക്ക് ആവുന്ന സമയത്ത് ആ ഒരു പ്രശ്നം അവിടെ എല്ലാവരുടെ മുൻപിൽ പരിഹരിക്കപ്പെട്ടാലും ക്യാമറയുടെ മുൻപിൽ വന്നിട്ട് ന്യായം പറഞ്ഞു കൊടുക്കും. അപ്പം അതാണ് റസ്മിൻ കണ്ടുപിടിച്ചത്. പിന്നെ ഗബ്രിക്ക് ക്യാമറയൊക്കെ എവിടെയാണെന്നറിയാം, അപ്പോൾ ആ ഒരു കോർണറിലേക്കൊക്കെ പോയി ഇരിക്കാറുണ്ട്. അതിനുശേഷം നോറ വരുന്നു. ജിൻഡോയും ജാസ്മിനെയാണ് പറയുന്നത്. ജിൻഡോ ആസ് യൂഷ്വൽ നോറയുടെ ബദ്ധശത്രുവാണ്. ജിൻഡോയ്ക്ക് നോറയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നത് ജാസ്മിൻ ഇപ്പോൾ പലപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നോറേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ക്യാമറയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ എന്നെ ഒരിക്കൽ വീക്ക് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടാണ് നോറയുടെ ചില കാര്യങ്ങളൊക്കെ ജാസ്മിൻ ഇടപെടുന്നത്. അപ്പോൾ അത് നോറ ആ ഒരു ഗെയിമായിട്ട് അതിനെ നോക്കി കാണുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ജാസ്മിനൊക്കെ അങ്ങനെ മാറി 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 നിൽക്കട്ടെ. അങ്ങനെ പ്രഷറൈസ്ഡ് ആവുന്ന സമയത്ത് മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമേഴ്സ് വരത്തുള്ളൂ. അങ്ങനെ വേറെ ആൾക്കാരുടെ വക്കാലത്ത് പിടിക്കാൻ ആൾക്കാർ പോകുന്നത് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാവരും കൂടെ ഒരാളുടെ പുറകെ പോകുന്ന ഒരു രസമില്ലല്ലോ. ഗബ്രി ജിൻഡോനെ പറയുന്നുണ്ട്, ജാൻമണിയെ പറയുന്നുണ്ട്, ശ്രീതുവിനെ പറയുന്നുണ്ട്, നോറയെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജിൻഡോ കോമാളിത്തരമൊക്കെ കാണിക്കുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയാണ്. ജാൻമണി മറ്റേ ഇമേജ് കോൺഷ്യസ് ആണ്, നല്ല കുട്ടി ചമയാൻ ശ്രമിക്കാറുണ്ട്. ശ്രീതു ഭയങ്കര ഒരുങ്ങി മിടുക്കിയായിട്ട് ക്യാമറയുടെ മുൻപിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നോറ എപ്പോഴും മറ്റേ ബാത്റൂമിൻ്റെ ഒക്കെ അവിടെ പോയി ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കും, ഭയങ്കര ഇമോഷണലി. അത് നമുക്ക് തോന്നുന്ന കാര്യമാണ്. അപ്സര ശ്രീരേഖയും ജിൻഡോനെയാണ് പറയുന്നത്. അപ്പം മുന്നേ നമ്മൾ പറഞ്ഞ അതേ കാരണങ്ങളൊക്കെ തന്നെയാണ് അപ്സരയ്ക്ക് പറയാനുള്ളത്. അർജുൻ ശ്രീരേഖയും ജാസ്മിനെയും ഗബ്രിയും പറയുന്നുണ്ട്. ജാസ്മിൻ ആൻഡ് ഗബ്രി കോർണറിലിരിക്കുന്നു, ക്യാമറ സ്പേസ് എടുക്കുന്നു, മറ്റേ കപ്പിൾ കോംബോ ആ കാര്യങ്ങളൊക്കെയാണ്. ശ്രീരേഖയുടെ മറ്റേ ഡ്രമാറ്റിക് സാധനം. ജിൻഡോ വന്നിട്ട് ജിൻഡോയുടെ പേര് പറഞ്ഞ ആൾക്കാർക്കൊക്കെ വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ താൻ ഇങ്ങനെയായിരുന്നു. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ജിൻഡോ അത് അങ്ങനെയല്ല പറയേണ്ടത്. കാരണം ബിഗ് ബോസിന് തന്നെ പൊളിയാൻ തുടങ്ങി. ജിൻഡോ എന്തോ കേൾക്കുന്നു, ജിൻഡോ എന്തൊക്കെയോ പറയുന്നു, കുറേ സമയം ആൾക്കാരുടെ എടുക്കുകയാണ്. ജിൻഡോയുടെ വർത്താനം കേട്ടോണ്ടിരിക്കുന്നതാണ് പേഷ്യൻസിൻ്റെ അങ്ങേറ്റം എന്ന് പറയുന്നത്. കാരണം കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ആൾക്കാർ. എന്നിട്ട് ജിൻഡോ എല്ലാ ആൾക്കാരുടെയും പേര് പറയുന്നുണ്ട്. റസ്മിൻ്റെ പേര് ജിൻഡോടെ പറഞ്ഞ എന്തിനാണ്? വ്യക്തിവിരോധം കൊണ്ട് മാത്രം. ആ ചങ്ങായി ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഗെയിമിലുണ്ടാവും. നോറയുടെ പേര് പറഞ്ഞ എന്തിനാണ്? നോറയുടെ പേര് പിന്നെ ഓക്കെ, ജിൻഡോയ്ക്ക് കാരണങ്ങളുണ്ടായിരുന്നു. പിന്നെ അർജുൻ്റെ പേര് പറയുന്നുണ്ട്, ജാൻമണിയുടെ പേര് പറയുന്നുണ്ട്, ജാസ്മിൻ്റെ പേര് പറയുന്നുണ്ട്, ശരണ്യയുടെ പേര് പറയുന്നുണ്ട്, ശ്രീതുവിൻ്റെ പേര് പറയുന്നുണ്ട്, ഗബ്രിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീരേഖ വന്നിട്ട് വീണ്ടും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്വന്തം കാര്യമെല്ലാം പറയുന്നുണ്ട്. ഇപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് സ്വന്തം കാര്യമല്ല പറയേണ്ടത്. എന്നിട്ട് ജിൻഡോ ആൻഡ് ഗബ്രി എന്ന് പറയുന്നു. അൻസിബ, ജിൻഡോ, ജാസ്മിൻ ആൻഡ് ഗബ്രി, നോറ അവരുടെ പേരും പറയുന്നുണ്ട്. ഇതൊരു നല്ല പരിപാടിയാണ്. ക്യാമറ സ്പേസ് എടുക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ തങ്ങൾ ചെയ്യുന്നത് എന്ന് ബാക്കിയുള്ള ആളുകൾക്ക് തോന്നലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലെങ്കിലും ചില ആളുകളുടെ ഗെയിം ഒന്ന് മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ഗബ്രി ജാസ്മിനെ അവർ മൈൻഡ് ചെയ്യണ്ട. അവർ
കല്ല് പോലെയാണ് ഇരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ. അവർക്ക് ഒരു മൈൻഡും ഇല്ല. അവരവരുടെ സൗഹൃദമോ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ബോണ്ടോ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ്. അവർക്ക് ആ ഒരു ബോണ്ടിനേക്കാളും വലുതല്ല ഗെയിം. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ കളിക്കട്ടെ. അവസാനം വരെ പോകുമ്പോൾ നമുക്കറിയാലോ, ഇപ്പം രണ്ടുപേരും നോമിനേഷനിലേക്കൊക്കെ വരുമ്പോൾ ടൈറ്റ് ആവുന്ന സമയത്ത് ഒരാൾ പോകുമ്പോൾ ആ ഗെയിമൊക്കെ മാറുമായിരിക്കും എന്ന് വിചാരിക്കാം.